പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുന്നു. മരണതുല്യമായ ഒരു ശപഥമുണ്ട്. യാക്കോബിൻ്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. മരണതുല്യമായ ഒരു ശപഥമുണ്ട്. മരണതുല്യമായ ശപഥം. അത് ഏത് തരം ശപഥമാണ്? അത് മനുഷ്യൻ പിശാചുമായി ഉണ്ടാക്കുന്ന ശപഥങ്ങളെ, പൈശാചികതയുമായി ഉണ്ടാക്കുന്ന ശപഥങ്ങളെയാണ് മരണതുല്യമായ ശപഥം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പൈശാചിക ആരാധനയ്ക്ക് പോകുന്ന വ്യക്തികൾ, സാത്താൻ ആരാധനയ്ക്ക് പോകുന്ന വ്യക്തികൾ സാത്താന് തങ്ങളെ തന്നെ ശപഥം ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് വലിയ മരണകാരണമായ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ അവൻ്റെ ജീവൻ ഇല്ലാതെയാവുന്നു. പരിശുദ്ധാത്മാവ് എന്നേക്കുമായി അവന് നഷ്ടപ്പെട്ട് പോകുന്നു. അവൻ മരിച്ചവനായിത്തീരുന്നു. അതാണ് വചനം പറയുന്നത്, മരണതുല്യമായ ഒരു ശപഥം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അറിയാതെ പോലും ആളുകൾ പോയി ഇത്തരത്തിലുള്ള കുഴികളിൽ വീഴാറുണ്ട്. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുപോലും ഇത്തരത്തിലുള്ള ശപഥങ്ങളിൽ ആളുകൾ പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, മരണതുല്യമായ ശപഥം ഉണ്ട്. യാക്കോബിൻ്റെ സന്തതികളുടെ ഇടയിൽ അത് ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിൽ വയ്ക്കാം. പൈശാചികമായ യാതൊരു ശപഥങ്ങളിലേക്കും പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ മേഖലകളൊന്നും തന്നെ നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജീവൻ്റെ കൃപയോടെ, പരിശുദ്ധാത്മ നിറവോടെ ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.